നമസ്കാരം. KSRTCയുടെ അലംഭാവത്തിൽ പ്രതിഷേധിച്ച് KSD എംപ്ലോയീസ് സംഘ് 14 ദിവസത്തെ സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട്. KSRTCയിൽ പെൻഷൻ പരിഷ്കരിച്ചിട്ട് 14 വർഷമായെന്നും അടിയന്തരമായി പെൻഷൻ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSD എംപ്ലോയീസ് സംഘ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. KSRTCയുടെ ചീഫ് ഓഫീസിന് മുമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു BMSന്റെ സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശനൻ. പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരാണ്. ഒരു പൗരന്റെ മൗലികമായ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ കേരളത്തിൽ 65% യുവാക്കളാണ്. ആ 65% യുവാക്കളും ഇന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന എന്താ? അവിടെ പൗരന് സംരക്ഷണമുണ്ട്. അവിടെ പൗരനാണ് സംരക്ഷണം. അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്നു. നിങ്ങൾ ലണ്ടനിൽ പോയി നോക്കേ. ബ്രിട്ടീഷുകാർ ഈ കേരളം ഭരിച്ചവരാണ്, ഈ രാജ്യം ഭരിച്ചവരാണ്. അവിടെ വാർദ്ധക്യം ചെന്നവരെ സംരക്ഷിക്കുവാൻ ഇന്ന് നിങ്ങൾക്കറിയാമോ, എന്റെയും നിങ്ങളുടെയൊക്കെ മക്കൾ ഇന്ന് കേരളം വിട്ട് ലണ്ടനിലേക്കൊക്കെ പോയിട്ട് ചെയ്യുന്ന എന്താണെന്നറിയാമോ? അവിടുത്തെ വാർദ്ധക്യം ചെന്ന ആളുകളെ സംരക്ഷിക്കുന്ന പണിയാ നമ്മുടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ലണ്ടനിലേക്ക് പോയി ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ഇവിടെ തൊഴിലില്ലാത്ത ഗതികേട് കൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളം പ്രദർശിപ്പിച്ചിട്ട് ഈ പെൻഷൻകാരോട് പെൻഷൻ പരിഷ്കരണം നിങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ല. കാര്യം 2010-11 അരിയുടെ വില 30 രൂപയായിരുന്നു. ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരായി ഞങ്ങൾ ഭരിക്കുമ്പോ അരി നിങ്ങൾക്ക് 20 രൂപയ്ക്ക് ഇരിക്കുന്നതിലും ഉറങ്ങുന്നതിലും എല്ലാം നികുതി. കുടിവെള്ളം, ജപ്പാൻ കുടിവെള്ളത്തിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈപ്പിൽ കൂടി ഒഴുകി വരുന്ന വെള്ളത്തിനും 100 ഇരട്ടി കൂട്ടി. ആ കൂട്ടിയവർ എങ്ങനെ സാധാരണക്കാരൻ ജീവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു. KSRTC പണിയെടുക്കുന്ന ഒരു സുഖജോലി ചെയ്തവരല്ല. ഒരു കാലത്ത് നിങ്ങൾക്കറിയാം, വളരെ അഭിമാനകരമായ അന്തസ്സോടുകൂടി KSRTCയിലെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി കണ്ടിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ആ KSRTCയിൽ ജോലി ചെയ്യുമ്പോൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം. നിങ്ങളൊന്ന് ആലോചിച്ചു. 2000-ൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം, KSRTC ജീവനക്കാരന് കിട്ടിയ ശമ്പളം, പെൻഷൻ. ആ കാലഘട്ടത്തിൽ KSRTC ജീവനക്കാർക്ക് മെച്ചപ്പെട്ട ശമ്പളവും മെച്ചപ്പെട്ട പെൻഷനും കിട്ടുന്നു എന്നുള്ള ആക്ഷേപം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരുന്നു. മറിച്ച് ഇന്ന് 20-25 വർഷം പിന്നിട്ടപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താ? കേരളത്തിൽ ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് KSRTC ജീവനക്കാരും പെൻഷൻകാരും മാറി. ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ ഇന്ന് 50,000, 40,000, 60,000 പെൻഷൻ വാങ്ങുന്നു. അവരുടെ ശമ്പളം മെച്ചപ്പെട്ട നിലയിൽ വർദ്ധിച്ചു. പെൻഷൻകാരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാ. അവരെയും മാസം തികഞ്ഞ് പ്രസവിച്ചവരാ. അവർക്കും ഈ നാട്ടിൽ വായു ശ്വസിക്കുന്നവരാ. ഈ റേഷൻ കടയിൽ നിന്നാണ് അവര് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഒരു മാറ്റവുമില്ല. 2011-ൽ ആ 11 മുതലുള്ള പരിഷ്കരണം ചോദിക്കുമ്പോ എവിടെയെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സാധിക്കണ്ടേ? ഇവിടെ 1957 മുതൽ മാറി കേരളം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനുമാണ്. 39 വർഷം ഈ കേരളം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരായി ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ്. 29 വർഷം കേരളത്തിൽ കോൺഗ്രസുകാരനും ഏറ്റവും കൂടുതൽ ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ കേരളം ഭരിക്കുമ്പോ തൊഴിലാളികളെല്ലാം അതൃപ്തരാണ്, സംതൃപ്തിയില്ലാത്തവരാണ്. ആ സംതൃപ്തിയില്ലാതെ ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ആർത്തട്ടഹസിച്ച് ഇനി ഒരു 3ാം ഭരണത്തിലേക്ക് ഞങ്ങൾ പോകുമെന്ന അഹങ്കാരത്തോടു കൂടി പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ സാധാരണക്കാരന്റെ ബുദ്ധിയെ അടിമത്തത്തിലേക്കാക്കി ഇടതെന്നുള്ള വിഴുപ്പ് പാണ്ഡം പാവപ്പെട്ട തൊഴിലാളികളുടെ ചുമരിൽ ചേർത്തിക്കൊണ്ട് ആ വിഴുപ്പ് പാണ്ഡം ചുമന്നുകൊണ്ട് പാവപ്പെട്ടവരെ അടിമകളാക്കി കേരളത്തിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അഹങ്കാരം. ഈ പാവപ്പെട്ട നമ്മുടെ അമ്മമാര് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചല്ലോ, ഏതെങ്കിലും പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നവകേരള സൃഷ്ടിക്കായിട്ടാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രസ്താവന നടത്തിയത്. സംസ്ഥാന സമ്മേളനത്തിൽ പൊതുവഴികൾ
എന്ത് പുതുവഴി, എന്ത് പുതുവഴിയാ, എന്ത് പുതുവഴിയാ സർക്കാർ തരാൻ പോകുന്നത്? 65,000 കോടി രൂപയ്ക്ക് മുടക്കി കേരളത്തിൽ നാഷണൽ ഹൈവേ പ്രവർത്തിക്കുമ്പോ അതിൽ ടോൾ പിരിക്കാൻ തുടങ്ങിയപ്പോ ഡിവൈഎഫ്ഐക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും റോഡിലിറങ്ങി ആ ടോൾ പിരിവിനെതിരെ സമരം നടത്തിയവരാണ്. ഇപ്പൊ പറയുന്നേണ്ട 65,000 കോടി മുടക്കി കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേ വികസിക്കുമ്പോ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി 65,000 കോടി മുടക്കിയവൻ അവന് ടോൾ പിരിക്കാൻ അവകാശമില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പൊ പറയുന്നില്ല, ഞങ്ങൾ 50 കോടി മുടക്കി സംസ്ഥാന റോഡുകൾ നിർമ്മിക്കും, അതിന് ഞങ്ങൾ ടോൾ പിരിക്കും. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പുതുവഴി. ഇന്ത്യ കാണുന്ന പുരോഗതികൾക്കെല്ലാം പിന്നിൽ തൊഴിലാളി സമൂഹമാണ്, അധ്വാനിക്കുന്നവന്റെ വിയർപ്പിന്റെ ഒരംശമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, കേരളത്തിലെ 3,40,00,000 ആളുകൾ ഈ കേരളത്തിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, കേരളത്തിൽ 1,75,00,000 വാഹനങ്ങളുണ്ട്. 1,75,00,000 വാഹനങ്ങൾ. ആ 1,75,00,000 വാഹനങ്ങളുള്ളതിൽ നിങ്ങൾ കണ്ടതാണ് ഈ രാജ്യത്തെ സ്വകാര്യ ബസ്സുകൾ. 36,000 സ്വകാര്യ ബസ്സുകൾ നമ്മുടെ കേരളത്തിലുണ്ടായി. ആ സ്വകാര്യ ബസ്സുകളുടെ കണക്കിന്ന് പരിശോധിച്ചപ്പോൾ 6,000 ചുരുങ്ങി. നമ്മുടെ KSRTCയുടെ ഇന്നത്തെ കണക്ക് അങ്ങനെയറിയാം, അത് ഏതാണ്ട് 5,000-ന് താഴെയാണ്. അതിലേതാണ്ട് നിയമമനുസരിച്ച് പഞ്ചായത്ത് റോഡ്, ആ പഞ്ചായത്ത് റോഡിൽ കൂടി നമ്മുടെ ഈ ടിപ്പർ ലോറി ഓടിക്കാനുള്ള 5 മീറ്റർ കൂടുതൽ വീതി വേണം. 5 മീറ്റർ കൂടുതൽ വീതിയുള്ള റോഡിൽ കൂടി ഈ ടിപ്പർ ലോറികൾ കടത്തിവിടാൻ സാധിക്കും. 30 മീറ്റർ നാഷണൽ ഹൈവേ മതിയെന്നും പറഞ്ഞ് നിവേദനമായി പോയൊരു സംസ്ഥാനം കേരളം മാത്രമാണ്. അങ്ങനെയുള്ള ഭരണാധികാരികൾ കേരളം ഭരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ ആകെയുള്ള പ്രതീക്ഷ എന്താ അറിയാം? 4 ലക്ഷം ചീത്ത പറഞ്ഞുകൊണ്ട് നടന്നേ നമ്മുടെ അദാനി വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കുമ്പോ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കിട്ടാൻ പോകുന്ന ആ നികുതിയുടെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് പിണറായി വിജയൻ അദാനി ഓപ്പറേറ്ററാണ്, എനിക്ക് നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുമ്പോ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇവിടുത്തെ തൊഴിലാളി സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു പുതു കേരളം സൃഷ്ടിക്കുവാൻ വേണ്ടി പുതുവഴികൾ തേടി കമ്മ്യൂണിസ്റ്റുകാർ പോകുകയാണ്.